ഭാരതത്തിലെ ആദ്യത്തെ അൽമായ രക്തസാക്ഷിയായ വിശുദ്ധ ദേവസഹായത്തിന്റെ സഹന ജീവിതത്തെ ആസ്പദമാക്കി അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ക്രിസ്തുവിശ്വാസത്തെ പ്രഘോഷിക്കുന്ന നാടകാവിഷ്കാരം. ഡിജിറ്റൽ AI സാങ്കേതിക വിദ്യയുടെ മികവോടെ അരങ്ങിലും അണിയറയിലുമായി 40-ലേറെ കലാകാരന്മാർ അണിനിരക്കുന്ന ഒരു ദൃശ്യാവിഷ്കാരം. കോഴിക്കോട് ചേവായൂർ നിത്യസഹായ മാത ചർച്ച് തിരുനാളിനോടനുബന്ധിച്ച് KCYM, മാതൃവേദി, മിഷൻ ലീഗ് എന്നീ സംഘടനകളുടെ സഹകരണത്തോടെ AKCC ചേവായൂർ യൂണിറ്റ് സവിനയം അവതരിപ്പിക്കുന്നു കാറ്റാടിമലയിലെ രക്തപുഷ്പം, എ ഹിസ്റ്റോറിക്കൽ ഡ്രാമ. ഈ നാടകത്തെക്കുറിച്ച് നാടകരചയിതാവും സംവിധായകനുമായ ശ്രീ മാത്യു പാറയ്ക്കൽ സംസാരിക്കുന്നു. ഈ ചരിത്ര നാടകാവിഷ്കാരത്തിനായി പ്രധാനമായും അവലംബമാക്കിയത് ബഹുമാനപ്പെട്ട സീവർഖാൻ വട്ടായിലച്ചൻ രചിച്ച സ്വർഗീയ പ്രവേശം, ശ്രീ പ്രദീപ് റോയുടെ ഏകാംഗ നാടകം ജീവിതം സാക്ഷി, ശ്രീ VN ജോസ് രചന നിർവഹിച്ച വിശുദ്ധ ദേവസഹായം എന്നീ കൃതികളാണ്. ഈ ധന്യമുഹൂർത്തത്തിൽ ഈ കൃതികളുടെ രചയിതാക്കളെ ഏറെ നന്ദിയോടും സ്നേഹത്തോടും സ്മരിക്കുന്നു. കൂടാതെ വിശുദ്ധ ദേവസഹായത്തിൻ്റെ ജന്മസ്ഥലം, പീഡനങ്ങൾ സഹിച്ചതും കൊല്ലപ്പെട്ടതുമായ സ്ഥലങ്ങൾ, സ്മാരകങ്ങൾ, ചിത്രങ്ങൾ, ഭൗതിക അവശിഷ്ടം കുടികൊള്ളുന്ന ഖബറിടം എന്നിവ സന്ദർശിക്കാനും പഠിക്കാനും സാധിച്ചത് ഏറെ പ്രചോദനമായിട്ടുണ്ട്. സുവിശേഷ പ്രഘോഷണത്തിനുള്ള ഒരു ദൈവിക നിയോഗമാണ് ഈ നാടകാവതരണം വഴി സാധിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനവസരം തന്ന ബഹുമാനപ്പെട്ട വികാരിയച്ചൻ ടോമി കളത്തൂർ, പാരീഷ് കൗൺസിൽ അംഗങ്ങൾ, നാടകാവതരണത്തോട് സഹകരിച്ച മറ്റു ഇടവക അംഗങ്ങൾ, AKCC ഭാരവാഹികൾ എന്നിവർക്കും ഈ അവസരത്തിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കാറ്റാടിമലയിൽ കാറ്റേറ്റു പാടി കർത്താവിൻ വിശ്വാസ സംഗീതം, ദേവസഹായ വിശുദ്ധാത്മാവിൻ വിശ്വാസ സാക്ഷ്യത്തിലാമോദം. കാറ്റാടിമലയിൽ കാറ്റേറ്റു പാടി കർത്താവിൻ വിശ്വാസ സംഗീതം, ദേവസഹായ വിശുദ്ധാത്മാവിൻ വിശ്വാസ സാക്ഷ്യത്തിലാമോദം. ദേവസഹായ വിശുദ്ധാത്മാ വാഴ്ക വാഴ്ക വാഴ്ക, ദൈവജനത്തിനു മാധ്യസ്ഥ്യം നീ നൽകി നൽകി വാഴ്ക. ദേവസഹായ വിശുദ്ധാത്മാ വാഴ്ക വാഴ്ക വാഴ്ക, ദൈവജനത്തിനു മാധ്യസ്ഥ്യം നീ നൽകി നൽകി വാഴ്ക. കാറ്റാടിമലയിലെ രക്തപുഷ്പം ചരിത്ര നാടകം. നാടകാവിഷ്കാരം, സംവിധാനം മാത്യു പാറയ്ക്കൽ. തിരുവിതാംകൂറിൽ പത്മനാഭപുരത്തിനടുത്തുള്ള നട്ടാലം എന്ന ഗ്രാമത്തിൽ മരുതുകുളങ്ങര എന്ന പ്രശസ്തമായ നായർ തറവാട്ടിൽ 1712 ഏപ്രിൽ 23 ദേവസഹായം പിള്ള ജനിച്ചത്. ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ പേര് നീലകണ്ഠപിള്ള എന്നായിരുന്നു. സംസ്കൃതം, തമിഴ്, മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലും തർക്കം, വേദാന്തം, വ്യാകരണം തുടങ്ങിയ വിഷയങ്ങളിലും ആയോധന വിദ്യയിലും സമർത്ഥനായിരുന്നു യുവാവായ നീലകണ്ഠപിള്ള. വീട്ടിലെയും നാട്ടിലെയും കണ്ണിലുണ്ണി, കരുണാമയനും തികഞ്ഞ ഈശ്വരവിശ്വാസിയുമായിരുന്നു നീലകണ്ഠൻ. 1741 ആഗസ്റ്റ് മാസത്തിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരെ കുളച്ചിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ നിശേഷം പരാജയപ്പെടുത്തുകയുണ്ടായി. നീലകണ്ഠൻ ആ യുദ്ധത്തിൽ പങ്കെടുത്ത് തൻ്റെ യുദ്ധപാഠവും സാമർഥ്യവും
രാജ്യസ്നേഹവും തെളിയിക്കുകയുണ്ടായി. നമ്മൾ കുളച്ചിൽ യുദ്ധം ജയിച്ചു വന്നത് അഭിമാനിക്കാനും സന്തോഷിക്കാനുമുള്ള അവസരമാണ്. എന്നാൽ മതിമറന്ന് ആഹ്ലാദിക്കാനും ആഘോഷിക്കാനും നാം ഒരുക്കമല്ല. കാരണം ശത്രുക്കൾ നിരവധിയാണ്. നമ്മൾ ജാഗരൂകരായിരിക്കണം. വിജയാഘോഷങ്ങൾ കുറിച്ചാലും ക്ഷേത്രാദി കർമ്മങ്ങളിൽ മുടക്കം വരുത്തേണ്ട മഹാരാജൻ. ആന എഴുന്നള്ളിപ്പ്, പൂജാവിധികളായ അജബലിയും കുക്കടുബലിയും ഒക്കെ നടത്തേണ്ടതുണ്ട്. അതൊക്കെ മുറ പോലെ നടക്കട്ടെ. നമ്മൾ യുദ്ധമുറയിൽ ഇനിയും നവീകരണം വരുത്തേണ്ടതുണ്ട് മഹാരാജൻ. ഡച്ച് സൈന്യം തോക്കും പീരങ്കി ഉപയോഗിച്ച് നമ്മുടെ രാജ്യസ്നേഹികളായ അനേകം ഭടന്മാരെ കൊല്ലുകയുണ്ടായി. എന്നാൽ പലയിടത്തും അവർ തോക്കിൽ ഉണ്ട നിറയ്ക്കുന്നതിനും പീരങ്കിയിൽ തീ കൊളുത്തുന്നതിനും മുമ്പ് നമ്മുടെ ഭടന്മാർ അതിലേറെ പേരെ വാളിനിരയാക്കിയിട്ടുണ്ട് മഹാരാജൻ. വലിയ പത്തേമാരിയിൽ കുളച്ചിൽ കടൽ തീരത്ത് വന്ന ഡച്ച് സൈന്യത്തെ തോൽപ്പിച്ച രീതി എങ്ങനെ? അവരുടെ വലിയ കപ്പിത്താൻ ഡിലനോയിയെ എങ്ങനെ കീഴടക്കി? പറയൂ. പാതിരാത്രിയിൽ അവരുടെ പത്തേമാരിക്ക് ചുറ്റും 100 കണക്കിന് ചെറുവഞ്ചികളിൽ വന്ന് നമ്മുടെ നസ്രാണി മുക്കുവപ്പട അതിസാഹസികമായി പത്തേമാരിയിൽ കയറിപ്പറ്റുകയും അവരെ അരിഞ്ഞു വീഴ്ത്തുകയും ഉണ്ടായി മഹാരാജൻ. അത് ഡച്ചുകാർക്ക് കനത്താഘാതമായിരുന്നു. മഹാരാജൻ, നമ്മുടെ ധീരയോദ്ധാവായ നീലകണ്ഠപിള്ള ഒളിഞ്ഞിരുന്ന അമ്പെയ്ത് ക്യാപ്റ്റൻ ഡിലനോയുടെ വാൾ തെറിപ്പിച്ചു കളഞ്ഞതായി നാം കേൾക്കുകയുണ്ടായി. ഓഹോ, സമർത്ഥൻ. നിറായുധനായി നിന്ന ഡിൽനോയിയെ നമ്മുടെ ഭടന്മാർ വളഞ്ഞ് തടവിലാക്കി. കൊല്ലാതെ വിലഗണിച്ച് രാജസന്നിധിയിൽ അയാളെ എത്തിക്കണമെന്ന് ഞാൻ നിർദ്ദേശിച്ചിരുന്നു. കൂടാരവളപ്പിൽ അയാളെ എത്തിച്ചിട്ടുമുണ്ട് മഹാരാജൻ. ധീരദേശാഭിമാനികളായ ഈ ഭടന്മാരെയൊക്കെ നാം ആദരിക്കേണ്ടതുണ്ട്. നീലകണ്ഠൻ ആയോധന കലയിൽ മാത്രമല്ല, തർക്കം, ഗണിതശാസ്ത്രം, സംസ്കൃതം എന്നീ വിഷയങ്ങളിലും അതികേമനാണ്. അയാൾ അതിബുദ്ധിമാനും അതോടൊപ്പം കരകളഞ്ഞ ഭക്തനുമാണ്. സത്യസന്ധനും രാജ്യസ്നേഹിയുമാണ്. ശരി, ആ ധീരനെ നീലകണ്ഠനെ നമ്മളെ മുഖം കാണിക്കുവാൻ ഉത്തരവിടുന്നു. രാമയ്യൻ, അതിനു മുമ്പ് നിങ്ങൾ തടവിലാക്കിയ ക്യാപ്റ്റൻ ഡിലനോയിയെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരൂ. ഉത്തരവ് മഹാരാജൻ. ക്യാപ്റ്റൻ ഡിലനോയ്, ഡച്ച് സൈന്യത്തിന്റെ പടത്തലവൻ. The defeated captain. Yes, defeated, but it's God's will. ഇവിടെ ഈ തിരുവിതാംകൂർ ദേശത്ത് പത്മനാഭന്റെ മണ്ണിൽ താങ്കളെ സഹായിക്കാൻ ആരുമില്ല. My God Jesus is always with me. He is the living God. I don't fear anybody. എന്നെയും ഭയപ്പെടുന്നില്ലെന്നോ? താങ്കളുടെ ജീവൻ ഇപ്പോൾ എന്റെ കൈവെള്ളയിലാണ്. നാം ഒന്ന് മൂളിയാൽ താങ്കളുടെ തല ഈ തറയിൽ കിടന്നുരുളും. Honorable Maharaj, I respect you, but I say again, I don't fear you. I fear only the Almighty God. തോറ്റിട്ടും 7-ാം കടലിനക്കരെ മറ്റൊരു രാജ്യത്ത് തടവുകാരനായിട്ട് താങ്കൾക്ക് ഇത്ര ധൈര്യം എങ്ങനെ? ഇദ്ദേഹത്തിന്റെ വിലങ്ങുകൾ അഴിക്കൂ. Thank you, Maharaj. Thank you for sparing my life. ക്യാപ്റ്റൻ, താങ്കളുടെ അസാധാരണ ധൈര്യം നമ്മെ ഹഠാത് ആകർഷിച്ചിരിക്കുന്നു. ഇനിയുള്ള കാലം നമ്മുടെ കൂടെ നിൽക്കാമോ? തിരുവിതാംകൂറിന് നിങ്ങളെപ്പോലെയുള്ള നിർഭയരായ സൈനിക മേധാവിമാരെയാണ് ആവശ്യം.
I'm ready to serve you, Maharaj. I believe it's God's plan. I'll be loyal to you and your dynasty. ഗുഡ് ക്യാപ്റ്റൻ, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. നമ്മുടെ ധീരയോദ്ധാവ് നീലകണ്ഠപിള്ളയ്ക്ക് ക്യാപ്റ്റൻ ഡിലനോയി പറ്റിയ കൂട്ടാവുമല്ലോ. നീലകണ്ഠന് ആംഗലേയ ഭാഷയും നല്ല വശമാണ്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പമാവും മഹാരാജൻ. നമ്മുടെ ഭടന്മാരെ പാശ്ചാത്യ സൈനിക മുറകൾ പഠിപ്പിക്കാൻ നാം ക്യാപ്റ്റൻ ഡിലനോയെ നിയമിച്ചതായി ഉത്തരവിടുന്നു. താങ്കളെ സഹായിക്കാൻ നമ്മുടെ ധീരയോദ്ധാവ് നീലകണ്ഠനും ഉണ്ടായിരിക്കും. എന്നാൽ താങ്കൾ നമ്മുടെ മാതൃഭാഷ മലയാളം പഠിക്കണം. അതോടൊപ്പം നമ്മുടെ ഭടന്മാരെ ആംഗലേയ ഭാഷയും പഠിപ്പിക്കാൻ താങ്കൾ ശ്രമിക്കണം. Oh yes, Maharaj. I obey your order. God bless you. അച്ഛാ, നമ്മൾ കുളച്ചിൽ യുദ്ധം ജയിച്ചു. ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. നമ്മളെ സഹായിക്കാൻ നസ്രാണി മുക്കോ പടയാളികളും ഉണ്ടായിരുന്നു. കടലിൽ അവരുടെ സേവനം നമ്മുടെ വിജയത്തിന് വളരെ അത്യാവശ്യമായിരുന്നു. ഡച്ച് ക്യാപ്റ്റൻ ഉൾപ്പെടെ ധാരാളം സൈനികരെ നമ്മൾ തടവിലാക്കി. സന്തോഷം. എല്ലാം ഈശ്വരാനുഗ്രഹം. തിരുവിതാംകൂറിന്റെ അഭിമാനം നിങ്ങൾ കാത്തു. നിന്റെ യുദ്ധ നൈപുണ്യവും ധീരതയും മഹാരാജാവ് തിരിച്ചറിഞ്ഞു കാണും. എല്ലാം നല്ലതിന്. കൊള്ളാം, ബേഷായിരിക്കണു. കൊച്ചുതമ്പ്രാൻ ഏത് കാര്യത്തിലും സമർത്ഥനാണല്ലോ. ആയോധന കലയിലും തർക്കത്തിലും വേദാന്തത്തിലും അഗ്രഗണ്യനല്ലേ. അതുകൊണ്ടായിരിക്കാം മഹാരാജാവിനെ കൊട്ടാരത്തിലെ കാര്യവാഹകനായി നിയമിച്ചത്. നല്ല വിശേഷമാണല്ലോ കേട്ടത്. ഇംഗ്ലീഷ്, തമിഴ്, മലയാളം, സംസ്കൃതം തുടങ്ങി എല്ലാ ഭാഷകളിലും തമ്പ്രാനുള്ള അറിവ് മഹാരാജാവ് തിരിച്ചറിഞ്ഞു കാണും. അതും ആവാം. മകനെ, നീ അകത്ത് കയറി കുളി കഴിഞ്ഞ് ആഹാരം കഴിച്ച് നല്ലവണ്ണം വിശ്രമിക്കാൻ നോക്ക്. ദിവസങ്ങളോളം യുദ്ധഭൂമിയിലല്ലായിരുന്നോ? നല്ല ക്ഷീണം കാണും. എന്താ കാര്യം പറയൂ. തമ്പ്രാനെ ഒന്ന് മുഖം കാണിക്കണം. ഒരു സങ്കടം പറയാനാ. സങ്കടങ്ങളും പരാതികളും ആദ്യം എന്നോട് പറയുക, ഞാൻ കേൾക്കട്ടെ. എന്നിട്ട് കൊള്ളാവുന്നതാണെങ്കിൽ തമ്പ്രാനോട് പറയാം. ആ പറയൂ. അത് പിന്നെ വേഗം പറയൂ, സമയം കളയാതെ. എനിക്ക് പിടിപ്പത് പണിയുണ്ട്. ഈ ആണ്ടത്തെ കൃഷിയും നശിച്ചു, മഴ ചതിച്ചു, പാടം മുഴുവൻ വെള്ളത്തിലായി. കൊയ്തുവെച്ച കറ്റകളിൽ നല്ലൊരു ഭാഗം പാഴായി പോയി. അതുകൊണ്ട് പാട്ടം തരാനുള്ള പണം ഇല്ല അല്ലേ? കൃഷി നശിച്ചില്ലെങ്കിൽ പാട്ടം തന്നാ മതി എന്നല്ലല്ലോ കരാർ, ആണോ? അല്ല, എന്നാലും കൃഷി ഇറക്കേണ്ടതും വിളവെടുക്കേണ്ടതും നിങ്ങളാണ്. അത് കൃത്യമായിട്ട് ചെയ്യാതെ ഇവിടെ വന്ന് എല്ലാം മുറ പോലെ ചെയ്തു. പക്ഷെങ്കിൽ കാലാവസ്ഥ ചതിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് അടുത്ത ആണ്ട് കൂടി പാട്ടം ഞങ്ങൾക്ക് തന്നാൽ ഈ കടം ഞങ്ങൾ വീട്ടിൽ കൊള്ളാം. അടുത്ത ആണ്ടും നിങ്ങൾ ഇങ്ങനെ തന്നെ പറഞ്ഞു വന്നാലോ? അതൊന്നും പറ്റില്ല. എത്രയും പെട്ടെന്ന് പാട്ടമടച്ചു തീർക്കുക. അങ്ങ് വിചാരിച്ചാൽ. ഞാൻ അങ്ങനെ വിചാരിക്കില്ല. എന്റെ തമ്പ്രാക്കന്മാർക്ക് നഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ വിചാരിക്കില്ല. അത് നടക്കില്ല. നിങ്ങൾക്ക് പോകാം. പോകാൻ വരട്ടെ. നീലകണ്ഠൻ തമ്പ്ര, ഞങ്ങളെ സഹായിക്കണം. കൃഷി മോശമായി. മഴ മൂലം ആകെ വെള്ളം കയറി. എല്ലാം നശിച്ചു. എനിക്കറിയാം കാലാവസ്ഥ ചതിച്ചത് മൂലം നിങ്ങൾ എത്ര കഷ്ടപ്പാടിലാണെന്ന്. ഒരു തവണ കൂടി പാടം ഞങ്ങൾക്ക് പാട്ടത്തിന് വിട്ടു തന്നാൽ എങ്ങനെയാലും പാട്ടം കൃത്യമായി തന്നുകൊള്ളാം. ഈ കടവും ഞങ്ങൾ വീട്ടാം. പാടം അടുത്ത കൊല്ലവും നിങ്ങൾക്ക് തന്നെ പാട്ടത്തിന് തരുന്നു. ഈശ്വരൻ നിങ്ങളെ കടാക്ഷിക്കട്ടെ. നീലകണ്ഠ, എന്താ ഈ പറയണേ? ഇവരുടെ സങ്കടങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിരുന്നു.
ഈ പാവങ്ങളെ സഹായിക്കേണ്ടത് നമ്മളാണ്. അത് നമ്മുടെ കടമയാണ്. കാരണം മണ്ണിൽ പൊന്നു വിളയിക്കുന്നത് ഇവരുടെ അധ്വാനമാണ്. അവർ പട്ടിണി കടന്നുകൂടാ. അച്ഛാ, ഞാൻ എല്ലാം കേട്ടു. അന്നം ഉണ്ടാക്കി തരുന്നവരെ പിണക്കരുത് അച്ഛാ. എനിക്ക് പ്രായമായി. ഇനി കാര്യങ്ങളൊക്കെ നീ തന്നെ തീരുമാനിച്ച് നടപ്പാക്കുക. നീ അറിവും പ്രാപ്തിയുമുള്ളവനാണ്. നിന്റെ തീരുമാനങ്ങൾ തെറ്റുകയില്ലെന്ന് അച്ഛൻ ഉറപ്പുണ്ട്. സന്തോഷമായില്ലേ? ചെന്ന് അടുത്ത കൃഷിക്കുള്ള ചട്ടവട്ടങ്ങൾ തുടങ്ങിക്കോ. കൊച്ചമ്പ്ര, ഞങ്ങൾ കൊണ്ടുവന്ന ഈ കാണിക്ക നെല്ല് സ്വീകരിച്ചാലും. ഒന്നും വേണ്ട. നിങ്ങളുടെ കൂരകളിൽ നെല്ല് തീരെയുമില്ലെന്ന് എനിക്കറിയാം. ഇവിടുത്തെ പത്തായങ്ങളിൽ ഇപ്പോൾ ആവശ്യത്തിന് അരിയും നെല്ലുമുണ്ട്. എന്നാലും കൊച്ചമ്പ്ര, ഞങ്ങളുടെ സന്തോഷത്തിന്. ശരി, ചാ കഴിക്കൂ. ഈ ഒരു പിടി നെല്ല് നിങ്ങളുടെ സന്തോഷത്തിനായി ഞാൻ എടുക്കുന്നു. നന്ദി തമ്പ്ര. നീലകണ്ഠ, ആ ജോത്സ്യൻ വന്നിരുന്നു. എന്തിനാണച്ചാ? യുദ്ധഭൂമിയിൽ പോയപ്പോ നീ എല്ലാം മറന്നോ? നിന്റെ വിവാഹ തീയതി കുറിച്ചുകൊണ്ടാണ് ആ ജോത്സ്യൻ വന്നത്. ഇരണിച്ചാലിനടുത്തുള്ള മേക്കോട്ട് കുടുംബത്തിലെ ഭാർഗവി. നല്ല അടക്കവും ഒതുക്കവുമുള്ള സുന്ദരി കുട്ടി. ഞാനും ഭാർഗവി ക്ഷേത്രനടയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. എനിക്കിഷ്ടമാണച്ചാ. നിന്റെയും ഈ തറവാടിൻ്റെയും കെടാവിളക്കായിരിക്കും അവൾ. ചിങ്ങം 14 നല്ലൊരു മുഹൂർത്തമുണ്ടത്രേ. അപ്പോ അടുത്ത ദിവസം നിശ്ചയം. അവർക്കും സൗകര്യമെങ്കിൽ ചിങ്ങം 14 തന്നെ കല്യാണം. എന്താ? ആയിക്കോട്ടെ, എല്ലാം അച്ഛൻ്റെ ഇഷ്ടം. അയ്യോ, വിളക്കണഞ്ഞു പോയി. വിഷമിക്കേണ്ട, അത് കാറ്റുകൊണ്ട് അണഞ്ഞു പോയതല്ലേ. എന്തോ ഒരു അപശകുനം പോലെ. ഒരപശകനവുമില്ല. ഈ കിടാവിളക്കുള്ളപ്പോൾ ഇവിടെ എന്നും പ്രകാശമാനമായിരിക്കും. എന്നാലും എനിക്ക് എന്തോ ഒരു സങ്കടം. അത് കെടാതെ ഞാൻ നോക്കണമായിരുന്നു. അങ്ങനോട് പൊറുക്കണം. ഇത്തരം അന്ധവിശ്വാസങ്ങളോട് എനിക്ക് യോജിക്കാനാവില്ല. കാറ്റു വന്നു, വിളക്കിന്റെ തിരി കെട്ടുപോയി. അതിനെന്താ? കെട്ടുപോകുന്ന വിളക്കുകൾ തെളിയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അണഞ്ഞ ദീപങ്ങളെക്കുറിച്ച് വേവലാതി വേണ്ട. നമുക്ക് പുതിയ തിരികൾ തെളിയിച്ച് ജീവിതം പ്രകാശമാനമാക്കാം. അന്തപുരത്തിലെ കന്യകമാർ നൃത്തം വയ്ക്കട്ടെ. ഇത് സന്തോഷിക്കാനുള്ള ദിനമാണ്. ശശികല ചാർത്തിയ ദീപാവലയം നിശയൊരു കാർത്തിക വർണ്ണാഭരണം കളനൂപുര ചിഞ്ചിത രഞ്ജിത മേളം തൊഴു കൈത്തിരി നെയ്ത്തിരി വിടരും
ലക്ഷ്മി കോലം പറയുന്ന നേരം തളിരിളം ചുണ്ടിൽ ഉയരുന്ന മന്ത്രം കാർത്തികരാവിൻ കന്മദഗന്ധം ചാർത്തി ദേവിയെ നാമൊരുക്കി താരണിത്താഴ്വര ചിരിതൂകി തഴുകി ഒഴുകി ഇളം തെന്നൽ പഞ്ചമരാഗം സഞ്ചിത താളം നിൻ കാഴ്ചിലങ്കകൾ നാഗവീചികൾ തെരുതെരി കിലുകില ചിലുചില ദേവി തം തനനനം തനാനന തം തനനനം 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 മണ്ഡപങ്ങളിൽ കളഭാഭിഷേകം കളിമൺ ചേരാതിൻ കനകാഭിഷേകം കാഞ്ചനരൂപം ദേവി പ്രസാദം കൈവല്യമേകുന്നൊരീ നേരം ദർശന പുണ്യം പദമാടി ലക്ഷ്മീ ഭാവം നടമാടി. തടവിലാക്കപ്പെട്ട ക്യാപ്റ്റൻ ഡിലനോയിയുടെ യുദ്ധപാഠവും ആത്മാർത്ഥതയും സത്യസന്ധതയും തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മ രാജാവ് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ തന്റെ സൈന്യത്തിന്റെ പരിശീലകനായി നിയമിക്കുകയുണ്ടായി. പിന്നീട് അദ്ദേഹത്തെ സൈന്യങ്ങളുടെ നേതാവായ വലിയ കപ്പിത്താൻ പദവി നൽകുകയുണ്ടായി. ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഡിലനോയി പാശ്ചാത്യ രീതിയിലുള്ള യുദ്ധമുറകൾ നായർ സൈന്യത്തെ പഠിപ്പിക്കുകയും പാശ്ചാത്യ യുദ്ധോപകരണങ്ങൾ വരുത്തി അവ ഉപയോഗിക്കേണ്ട വിധം അവരെ പരിശീലിപ്പിക്കുകയും ചെയ്തു. പത്മനാഭപുരം കോട്ടയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യവാഹകനായ നീലകണ്ഠൻ മഹാരാജാവിന്റെ സൈന്യങ്ങളുടെ പരിശീലകനായി നിശ്ചയിക്കപ്പെട്ട ക്യാപ്റ്റൻ ഡിലനോയിയുമായി നിരന്തരം സമ്പർക്കത്തിന് കാരണമായി. അത് ഒരു വലിയ സൗഹൃദമായി വളർന്നു. ഡിലനോയിയുടെ വസതിയിലെ നിത്യസന്ദർശകനായിരുന്നു നീലകണ്ഠൻ. എന്നാൽ മരുതുകുളങ്ങര തറവാട്ടിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിപത്തുകളും തീരാവ്യാധികളും ബന്ധുക്കളുടെ അകാല മരണങ്ങളും നീലകണ്ഠനെ ദുഃഖിതനാക്കിയിരുന്നു. എല്ലാ പൂജാവിധികളും വിശ്വാസത്തോടെയും ഭക്തിയോടെയും അനുഷ്ഠിച്ചിട്ടും തങ്ങൾക്ക് ഈ ദുരിതങ്ങളുണ്ടായത് നീലകണ്ഠനെ വളരെയധികം നിരാശനാക്കി. എന്നാൽ യുദ്ധത്തടവിലാക്കപ്പെട്ടിട്ടും വീടും നാടും വിട്ട് മറ്റൊരു രാജ്യത്ത് കഴിയേണ്ടി വന്നിട്ടും തികഞ്ഞ ക്രിസ്തുവിശ്വാസിയായിരുന്ന ക്യാപ്റ്റൻ ഡിലനോയി എപ്പോഴും സന്തോഷവാനായിരുന്നു. ഗുഡ് മോർണിംഗ് ക്യാപ്റ്റൻ. വെരി ഗുഡ് മോർണിംഗ് പിള്ള. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. താങ്ക്സ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പുതിയ വർത്തമാനം എന്തെങ്കിലും? ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല. കൊട്ടാരം കാട്ട പണിയുടെ കാര്യവാഹകൻ പിള്ളയാണല്ലോ. എങ്ങനെ പോകുന്നു? അതെ, നന്നായി പോകുന്നു. പക്ഷേ പിള്ളയ്ക്ക് എന്തൊക്കെയോ വിഷമതകൾ ഉണ്ടല്ലോ. ആം ഐ റൈറ്റ്? അത് പിന്നെ നിങ്ങളുടെ മുഖം കണ്ടാലറിയാം മനസ്സിലെ സംഘർഷം. ശരിയാണ്. കുറച്ചു നാളായി ക്യാപ്റ്റൻ താങ്കളോട് പറയണമെന്ന് വിചാരിക്കുന്നു. ടെൽ മീ, വാട്ട്സ് ദ പ്രോബ്ലം? ഫീൽ ഫ്രീ ടു ടോക്ക് ടു മീ. കുടുംബത്തിലെ വിഷയമാണ്. ഇത്രയും കാലവും അരിഷ്ടതകളൊന്നും കൂടാതെ തറവാട്ടിൽ സന്തോഷം നിറഞ്ഞു നിന്നിരുന്നു. പക്ഷെ കുറച്ചു നാളായി ദുരിതങ്ങൾ, അതും ഒന്നിനു പിറകെ ഒന്നായി. കുടുംബാംഗങ്ങൾ പലരും രോഗബാധിതരായി കിടപ്പിലാണ്. കന്നുകാലികൾക്കും മറ്റു മൃഗങ്ങൾക്കും വ്യാധികളും, കൃഷിയിലും കാര്യമായ നഷ്ടങ്ങൾ, സാമ്പത്തിക പരാധീനത താങ്ങാവുന്നതിലും അപ്പുറമായി. ഇങ്ങനെ പോയാൽ
ദാരിദ്ര്യവും പട്ടിണിയും കുടുംബത്തിലേക്ക് പടിയേറി വരാൻ താമസമുണ്ടാവില്ല. നിങ്ങൾ തികഞ്ഞ ഈശ്വരവിശ്വാസിയല്ലേ? അതെ, ദേവി കോപമാണെന്ന ജ്യോത്സ്യൻ പ്രശ്നം വെച്ച് പറഞ്ഞത്. ദേവി പ്രീതിക്കായി അജബലി, കുക്കുടബലി, വെട്ടിമുറിപ്പ് തുടങ്ങിയ കർമ്മങ്ങൾ, പൂജകൾ ഒത്തിരി നടത്തി. കയ്യിലുണ്ടായിരുന്ന പണം നഷ്ടപ്പെട്ടതല്ലാതെ ഒരു ഗുണവും ഉണ്ടായില്ല. അന്ധവിശ്വാസമാണെന്ന് തോന്നിയിട്ടുകൂടി എല്ലാറ്റിനും ഞാൻ കൂടെ നിന്നു. ഇപ്പോഴിതാ നഷ്ടങ്ങളുടെ നടുവിൽ ഞാൻ. ഇനി ഞാൻ എന്ത് ചെയ്യും? പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ ദുഃഖവും സങ്കടവും ഒക്കെ താൽക്കാലികമാണ്. നശ്വരമായ ലൗകിക നഷ്ടങ്ങളെ ഓർത്ത് എന്തിന് വ്യാകുലപ്പെടുന്നു? ഒരുവൻ ലോകം മുഴുവൻ നേടിയിട്ട് തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനമാണുള്ളത്? യഥാർത്ഥമായ മനസ്സുഖം ആത്മാവിലാണ് അനുഭവിക്കേണ്ടത്. ആത്മാവിനെ നഷ്ടപ്പെടുത്താതിരിക്കാനാണ് നാം പ്രയത്നിക്കേണ്ടത്. അങ്ങ് പറഞ്ഞു വരുന്നത് ഇപ്പോഴത്തെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സന്തോഷത്തോടെ സ്വീകരിക്കണമെന്നാണോ? സഹനങ്ങൾ ദൈവം അനുവദിക്കുന്നതാണെന്നാണോ? ആത്മാവിന്റെ വിശുദ്ധിക്ക് വേണ്ടി മാത്രമാണോ നാം ശ്രമിക്കേണ്ടത്? അതെ, സച്ചിദാനന്ദ സ്വരൂപനായ സർവേശ്വരനായ നിത്യനായ ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടത്. ആ സത്യദൈവ പ്രീതിക്കായി നാം ഇന്നത്തെ കഷ്ടപ്പാടുകൾ സഹനമായി സ്വീകരിക്കണം. നമ്മൾ നന്മയുള്ളവരായി വിശുദ്ധിയുള്ളവരായി തീരാൻ ശ്രമിക്കണം. ആരെയും സ്നേഹിക്കാനും ആരാളും സ്നേഹിക്കപ്പെടാനും നമുക്കാവും. പക്ഷേ ഞാനൊരു സാധാരണ മനുഷ്യൻ. കുടുംബ ബന്ധങ്ങളും ബന്ധനങ്ങളും ബാധ്യതകളും പേർന്ന സാധാരണ മനുഷ്യൻ. താങ്കൾ പറയുന്നത് പോലെ നഷ്ടബോധമില്ലാതെ ആത്മധൈര്യത്തോടെ ആത്മവിശുദ്ധിക്കായി പ്രവർത്തിക്കാൻ എനിക്കാവുമോ? ആവും. തീർച്ചയായും ശ്രമിച്ചാൽ നിങ്ങൾക്കതാവാൻ കഴിയും. വിശുദ്ധ ഗ്രന്ഥത്തിൽ, ബൈബിളിൽ ഒരു പുസ്തകമുണ്ട്, ജോബിന്റെ ചരിത്രം. അദ്ദേഹം വലിയ ദൈവഭക്തനായിരുന്നു. ദൈവഭക്തി ജോബിനെ കീർത്തിമാനാക്കി. അതിൽ അസൂയ പൂണ്ട പിശാച് ജോബിൻ്റേത് കപടഭക്തിയാണെന്നും അവനൊരു ആപത്ത് വന്നാൽ അവൻ ദൈവത്തെ തള്ളിപ്പറയുമെന്നും ദൈവത്തോട് പറയുന്നു. ഒടുവിൽ ജോബിനെ പരീക്ഷിക്കാൻ ദൈവം പിശാചിന് അനുവാദം കൊടുത്തു. പിശാച് പരീക്ഷണം ആരംഭിച്ചു. ഒന്നിനു പുറകെ ഒന്നായി ദുരന്തങ്ങളും ദുരിതങ്ങളും ജോബിനെ വേട്ടയാടി. സർവസമ്പത്തും മക്കളും വസ്തുക്കളുമെല്ലാം നഷ്ടപ്പെട്ടു. ഇത്രയധികം ദുരിതങ്ങൾ ജോബ് എങ്ങനെ നേരിട്ടു? ജോബ് പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് സ്തോത്രം. ജോബിന്റെ ഉറച്ച വിശ്വാസത്തിന് മുന്നിൽ പിശാച് തോറ്റു. എന്നിട്ടും പിശാച് പിൻവാങ്ങിയില്ല. ജോബിനെ ശാരീരികമായി പീഡനമേൽപ്പിച്ചു. അവനെ രോഗിയാക്കി. ദേഹമെല്ലാം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞു. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു. സ്വന്തം ഭാര്യ പോലും ജോബിൽ നിന്നകന്നു. എന്നിട്ടും ജോബ് ദൈവത്തെ സ്തുതിച്ചു. പിശാച് പരീക്ഷണങ്ങൾ അവസാനിപ്പിച്ച് പിന്തിരിഞ്ഞോടി. ഒടുവിൽ ദൈവം ജോബിന് നഷ്ടപ്പെട്ട സമ്പത്ത് സൗഭാഗ്യവും 10 ഇരട്ടിയായി തിരിച്ചു നൽകി. ഈ കഥ കേട്ടപ്പോൾ മനസ്സിൽ എന്തോ ഒരു വല്ലാത്ത ആശ്വാസം. താങ്കൾ പറയുന്നത് എത്ര ശരിയാണ്. എന്തിനാണ് മനുഷ്യൻ ഈ നശ്വര സമ്പത്തിന്റെ പിറകെ പായുന്നത്? മരിക്കുമ്പോ നാം ഒന്നും കൂടെ കൊണ്ടുപോകുന്നില്ലല്ലോ. ശരിയാണ്. മരിക്കുമ്പോൾ നാം കൂടെ കൊണ്ടുപോകുന്നത് ചെയ്ത നന്മയും തിന്മയും മാത്രമാണ്. ആ വിശ്വാസമാണ് തടവുകാരനായി പിടിക്കപ്പെട്ട എന്നെ നിങ്ങളുടെ നാട്ടിലെ സർവസൈന്യാധിപനായി ഉയർത്തിയത്. എല്ലാം ദൈവഹിതം. ആ സത്യദൈവത്തെ ഞാനെന്നും സ്മരിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു.
ആ സത്യദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്യാപ്റ്റൻ, ഞാൻ ഇനി എന്ത് ചെയ്യണം? ഞാൻ താങ്കൾക്ക് ദൈവത്തിന്റെ വചനമടങ്ങിയ പുസ്തകം തരാം. ദ വേർഡ് ഓഫ് ഗാഡ്, സത്യവേദ പുസ്തകം. താങ്കൾ വിശ്വാസത്തോടെ സമർപ്പണത്തോടെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു. വചനം ദൈവമായിരുന്നു. ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. അങ്ങ് എന്താണ് കുറെ നേരമായി വല്ലാത്ത ചിന്തയിലാണല്ലോ? അതെ, ഞാൻ വല്ലാത്ത ചിന്തയിലാണ്. നമ്മുടെ കഷ്ടപ്പാടുകളെ കുറിച്ചാണെങ്കിൽ അങ്ങ് സമാധാനപ്പെടൂ. ഭദ്രകാളി പൂജയും ബലികളും നടത്തിയില്ലേ? ദേവി പ്രസാദിക്കും. എനിക്കത് ഉറപ്പുണ്ട്. ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാണ്. സത്യദൈവം ഒരു മൃഗബലിയും ആവശ്യപ്പെടുന്നില്ല. ഹൃദയശുദ്ധിയുള്ള പ്രാർത്ഥനയാണ് സത്യദൈവത്തിന് പ്രീതികരമായത്. അതുവഴി ഭക്തരിൽ അവൻ പ്രസാദിക്കുന്നു. അവൻ്റെ ആത്മാവിന് ശാന്തിയും മനസ്സിന് സമാധാനവും ലഭിക്കുന്നു. ആ നന്മയും സ്നേഹവും സമൂഹത്തിന് സന്തോഷവും ഐശ്വര്യവും സമ്മാനിക്കുന്നു. ആ സത്യദൈവത്തെ ഇനി മുതൽ ഞാനും ആരാധിക്കാൻ തീരുമാനിച്ചു. ആ നിത്യമഹത്വത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് എന്താണ് പറയുന്നത്? സത്യദൈവമോ? നിത്യമഹത്വമോ? അതെ, ക്രിസ്തുദേവൻ. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പറഞ്ഞു. മാത്രമല്ല, നീ നിന്റെ ശത്രുവിനെയും സ്നേഹിക്കുക, അവന് നന്മ ചെയ്യുക, അവനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നും പറഞ്ഞ് ദൈവപുത്രനെ ഞാൻ മനസ്സാ സ്വീകരിച്ചു കഴിഞ്ഞു. അങ്ങക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? നമ്മുടെ മതാചാരത്തിന്റെ വലിയൊരു വേലിക്കെട്ടിലാണ് നാം വളർന്നതും ജീവിച്ചിരുന്നതും ജീവിക്കുന്നതും. പെട്ടെന്നൊരു മനമാറ്റം ആർക്കും അംഗീകരിക്കാനാവില്ല. ആരും അതിന് സമ്മതിക്കില്ല. എനിക്കാരുടെയും സമ്മതം ആവശ്യമില്ല. ഞാൻ വളരെയധികം പഠിച്ചും പ്രാർത്ഥിച്ചും ധ്യാനിച്ചും എടുത്ത തീരുമാനമാണ്. ആരും എന്നെ നിർബന്ധിച്ചിട്ടില്ല. എൻ്റെ സഹധർമ്മിണിയായ നിനക്ക് പോലും സത്യദൈവത്തിൻ്റെ പാതയിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാനാവില്ല. യേശുദേവന്റെ മഹത്വം, ആ വെളിച്ചം എൻ്റെ പാതയിൽ പ്രകാശമായി എന്നെ നടത്തും. താല്പര്യമെങ്കിൽ ഭാർഗവിക്കും ഈ ജീവിത വഴിയിൽ എൻ്റെ സഹയാത്രികയാവാം. അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിനക്കെന്നെ ഉപേക്ഷിക്കണം. അരുത്, അരുത്, അങ്ങനെ പറയരുത്. ഞാൻ എന്നും അങ്ങയുടെ കൂടെ, അങ്ങയുടെ നിഴലായി ഉണ്ടാവും. അങ്ങയുടെ ദൈവം എന്റെയുമാണ്. എന്ത് സഹനവും ഞാൻ സ്വീകരിക്കാം. അന്വേഷിച്ചാൽ കണ്ടെത്തിയിടും പുണ്യതീർത്ഥമേ, സാഗരത്തിൻ തിരയേവെന്ന കർമ്മകാണ്ഡമേ. ക്രിസ്തുമാർഗം സ്വീകരിക്കാൻ തയ്യാറായ നീലകണ്ഠൻ ക്യാപ്റ്റൻ ഡിലനോയുടെ അടുക്കൽ ചെന്ന് തന്റെ ഉറച്ച തീരുമാനം അറിയിക്കുകയുണ്ടായി. എന്നാൽ ക്രിസ്തുമാർഗം സ്വീകരിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചും പീഡനങ്ങളെപ്പറ്റിയും നീലകണ്ഠനെ ബോധ്യപ്പെടുത്താൻ ക്യാപ്റ്റൻ ഡിലനോയി ആവുന്നത്ര ശ്രമിക്കുകയുണ്ടായി. നീലകണ്ഠന്റെ ക്രിസ്തുവിലുള്ള അനിതര സാധാരണമായ വിശ്വാസ തീക്ഷ്ണത മനസ്സിലാക്കിയ ഡിലനോയി അദ്ദേഹത്തിന് മാമോദീസ അഥവാ ബാപ്റ്റിസം നൽകുവാൻ വടക്കൻകുളം പള്ളി വികാരി ഫാദർ ബുട്ടാരിക്ക് ഒരു കത്ത് കൊടുത്തു വിടുകയുണ്ടായി. ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ ആ കത്തുമായി നീലകണ്ഠൻ ഫാദർ ബുട്ടാരിയെ കാണാൻ വടക്കൻകുളത്തേക്ക് യാത്ര തിരിക്കുന്നു. മാണിക്യക്കല്ലായ മാർഗം നാളിൽ നാളിൽ തെളിയുന്നു. മറ്റുള്ള ദിവ്യാളന്മാർ മെല്ലെ മെല്ലെ ചവളുന്നു. മാമോദീസ
മാർഗം നേടാൻ കാവ്യരെല്ലാം കാണേ കാണേ കുറയുന്നു. ലോകവീഥി നീളെ മാർഗ ഏറിയേറ്റം വളരുന്നു. ലൗകികങ്ങൾ നീളെ നീളെ ചൊല്ലി പലരും ചേരുന്നു. എന്നതിനാലേ എംബ്രാന്മാരും ഏറിയേറ്റം ഉതിരുന്നു. എങ്ങുമൊക്കെ മാർത്തോമാനെ തേടി കാണാനുഴലുന്നു. കണ്ടില്ലെന്ന് ചൊല്ലുന്നവരെ കണ്ടാൽ അധികം ചീറുന്നു. കണ്ടുകൊണ്ടു ചൊല്ലാൻ ഇഷ്ടമാരോടൊക്കെ ചീറുന്നു. അക്കാലത്തിൽ മാർത്തോമാനും ദൈവകൃത്യ ഒരു കാവിൽ ആ വഴിക്കു പോവാനായി ചെന്നു കണ്ടവരൊരു നേരം കന്നിമാരിലായിലൊക്കെ കൂടിച്ചേർന്നവരൊരുപോലെ കാരിരുളിൽ ആയ പഞ്ച മഞ്ചും തെളിവായി ചൊല്ലുന്നു. കുമ്പിട്ടു നീ കാളിയാരെ കുപ്പിക്കൈകൾ അടിവീണാൽ കൂട്ടിത്തരാം പായസവും മിന്നും കൊണ്ട് വഴി പോകാം. എന്ന നേരം മാർത്തോമാനും കോപിച്ചവരോട് ചൊല്ലുന്നു. എന്ന നേരം മാർത്തോമാനും ചൊല്ലി മനസ്സില്ലെന്ന്. എന്നതിൽ കുമ്പിടുകിൽ തീതടിയും കാവെല്ലാം കുമ്പിടുകയില്ല ഞാനും കാളിയാരെ ഒരു നാളും. ദിനമേറി ഉള്ളവരോ തീയോടേറ്റം തീണ്ടാതെ സിമ കൂടാതൊരു കൂട്ടം ഓർത്തു കേട്ടു കോപിച്ചു. തീയിൽ വീണു വീണ്ടും തീയിൽ വീഴ വേണ്ടവരൊക്കവേ തീയാലേവം വേഗം ചാടി പെശ വേണ്ട മാർവത്ത്. പൂണ്ടു നീണ്ട മൂർച്ചക്കോലും വാങ്ങി നിന്നങ്ങോങ്ങുമ്പോൾ ഭൂമിമാനം തേടിയോരെ കാൺമാതായൻ മുൻപാകെ. തിത്തത്തികുതകുതികുതത്താം തികുതത്തികുതകുതികുതത്താം തിത്തത്താം തികുതത്താം ഇന്ദേ തത്താ തത്താ തിമൃതത്തേ. വെൽഡൻ, നന്നായിരിക്കുന്നു. ഇന്നത്തെ പ്രാക്ടീസ് നിർത്താം. പിന്നെ സ്റ്റേജിൽ കുറച്ചുകൂടി നന്നായി കളിക്കണം. എന്നാൽ നിങ്ങൾ പൊയ്ക്കോളൂ. അച്ചോ, നമ്മുടെ ചവിട്ടുനാടകത്തിന്റെ റംബാൻ പാട്ടിന്റെ റിഹേഴ്സൽ മുടങ്ങിക്കിടക്കുകയാണ്. ശരിയാണ്. അവർ നന്നായി പ്രാക്ടീസ് തുടരണം. നസ്രാനി ക്രിസ്ത്യാനികളുടെ തനതു കലകളായ ചവിട്ടു നാടകവും റംബാൻ പാട്ടും നമ്മൾ വളരെയധികം പ്രോത്സാഹിപ്പിക്കണം. അല്ലെങ്കിൽ അതൊക്കെ കാലഹരണപ്പെട്ടു പോകും. ആരോ വരുന്നുണ്ടല്ലോ അച്ഛാ. കുതിരക്കുളമ്പടി കേൾക്കുന്നുണ്ട്. ഏതോ കൊട്ടാര ഉദ്യോഗസ്ഥരാണെന്ന് തോന്നുന്നു. വന്ദനം ഫാദർ. ഞാൻ നീലകണ്ഠൻ, കൊട്ടാരത്തിലെ കാര്യവാഹകൻ. ക്യാപ്റ്റൻ ഡിലനോയ് എന്നോട് താങ്കളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. താങ്കളെ ജ്ഞാനസ്നാനപ്പെടുത്താൻ എനിക്ക് അല്പം സന്ദേഹമുണ്ട് നീലകണ്ഠ. എന്നാലും ഞാൻ താങ്കളുടെ ആഗ്രഹത്തെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ പിന്നെന്താ ഫാദർ തടസ്സം? ഇത് അത്ര നിസ്സാര കാര്യമല്ല. അറിയാം, ക്രിസ്ത്യാനിയാവുക എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. താങ്കൾ രാജകൊട്ടാരത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. താങ്കൾക്ക് മാമുദീസ നൽകിയാൽ രാജകോപമുണ്ടാകുമോ? ഉണ്ടാവട്ടെ, ദൈവകോപമുണ്ടാവില്ലല്ലോ. താങ്കളുടെ ഉയർന്ന ഉദ്യോഗം നഷ്ടപ്പെട്ടേക്കാം. സാരമില്ല. ലോകം മുഴുവൻ നേടിയാലും എൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എനിക്ക് എന്ത് പ്രയോജനം ഫാദർ? ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല ഞാൻ ക്രിസ്തുമാർഗം സ്വീകരിക്കാൻ തയ്യാറാവുന്നത്. എൻ്റെ സർവ്വ സ്വത്തുക്കളും ദാനം ചെയ്യാനും ബന്ധുമിത്രാദികളെയും എൻ്റെ ശരീരത്തെ തന്നെയും ഉപേക്ഷിക്കാനും ഞാൻ തയ്യാറാണ്. അച്ചോ, ചിദംബരം പിള്ളയായിരുന്ന എന്നെ ജ്ഞാനപ്രകാശം പിള്ളയാക്കാൻ സന്മനസ് കാട്ടിയ ക്രിസ്തു ഈ സഹോദരനോടും കരുണ കാണിക്കും. ശരി, നീലകണ്ഠന്റെ വിശ്വാസ തീക്ഷ്ണത എന്നെ അത്ഭുതപ്പെടുത്തുന്നു. താങ്കളെ ക്രിസ്തുവിനെ പറ്റിയും സഭയെ പറ്റിയും കൂടുതൽ അറിയുവാനും വേദോപദേശം പഠിപ്പിക്കുവാനും ഈ ജ്ഞാനപ്രകാശത്തിനെ ഞാൻ വരാമേൽപ്പിക്കുന്നു. ഏതാനും ആഴ്ചകൾ
ഇദ്ദേഹത്തോടൊപ്പം ഇവിടെ താമസിച്ചു പഠിക്കണം. Are you ready? എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിള്ളയെ ഞാൻ എൻ്റെ അറിവനുസരിച്ച് പഠിപ്പിക്കാം. ആദിമ ക്രിസ്ത്യാനികളുടെ പീഡാസഹനങ്ങളെക്കുറിച്ച്, അപ്പസ്തോലന്മാരുടെ ജീവിതത്തെയും അവരുടെ പ്രബോധനങ്ങളെയും കുറിച്ച് ഏറെ പഠിക്കാനുണ്ട്. എനിക്ക് അതീവ താല്പര്യമുണ്ട്. ജീവൻ കൊടുത്ത് വിശ്വാസം കാത്ത രക്തസാക്ഷികളാണ് എൻ്റെ ആവേശം. വിശുദ്ധ സെബസ്ത്യാനോസ് ഒരു പട്ടാളക്കാരനായിരുന്നു. ബാല്യം മുതലേ യേശുവിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായിരുന്നു. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്തായിരുന്നു സെബസ്ത്യാനോസിന്റെ രക്തസാക്ഷിത്വം. ഇന്നും വിശ്വാസികൾക്ക് സെബസ്ത്യാനോസ് ആവേശവും പ്രചോദനവുമാണ്. അങ്ങനെ 40 ദിവസത്തെ വേദപഠനത്തിനും ബൈബിൾ പഠനത്തിനും ശേഷം 1745 മെയ് 17 നീലകണ്ഠൻ ഫാദർ ബുഡ്ഢാരിയിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു. ആരീം കാൽഹോൻ ഉശാംബഹ് കോലേയമ്മ ലലഹ കന്ദേശ ആലാഹ കന്ദേശ ഹൈൽസാന കന്ദേശാലമായോസ യസ്രാഹം ആലൈ ജ്ഞാനം വാദം വാലകാലം ആമേൻ ആമേൻ കന്ദീശ ആലാഹ കന്ദീശ ഹൈസാന കന്ദീശാലമായോസ യസ്രാഹം സാത്താനെയും അവന്റെ ആഡംബരങ്ങളെയും നീ ഉപേക്ഷിക്കുന്നുവോ? ഞാൻ ഉപേക്ഷിക്കുന്നു. ക്രിസ്തുവിന്റെ സഭയിലും അതിന്റെ ഖുദാശാകർമ്മങ്ങളിലും നീ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. പിതാവിന്റെയും പുത്രാന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു. നിന്റെ പേര് ഇനി മുതൽ ദേവാസഹായം അഥവാ ലാസറസ് എന്നായിരിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നീലകണ്ഠപിള്ള ലാസറസ് അഥവാ ദേവസഹായം പിള്ള എന്ന പുതിയ പേരിൽ മാമോദീസ സ്വീകരിച്ച് ക്രിസ്തുവിശ്വാസിയായി എന്ന വാർത്ത കാട്ടുതീ പോലെ നാടെങ്ങും പരന്നു. ദേവസഹായം ഒരു കൂസലുമില്ലാതെ എല്ലാ ചോദ്യങ്ങളെയും സധൈര്യം നേരിട്ടു. താമസിയാതെ സ്വന്തം ഭാര്യ ഭാർഗവിയും ജ്ഞാനസ്നാനം സ്വീകരിച്ച് ജ്ഞാനപ്പൂ എന്നർത്ഥമുള്ള ത്രേസ്യ എന്ന പേര് സ്വീകരിക്കുകയുണ്ടായി. പക്ഷേ ഭാർഗവിയുടെ വീട്ടുകാർക്കും മരുതുകുളങ്ങര തറവാട്ടുകാർക്കും അത് ഉൾക്കൊള്ളാനായില്ല. ഭാർഗവിയുടെ അമ്മ കലിതുള്ളി തറവാട്ടിലെത്തി അവരെ പിന്തിരിപ്പിക്കാനും തുടർന്നുണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തിനെപ്പറ്റിയും നഷ്ടത്തെപ്പറ്റിയും ബോധ്യപ്പെടുത്താനും ശ്രമിച്ചു. എന്നാൽ ദേവസഹായത്തിൻ്റെയും ജ്ഞാനപ്പൂവിൻ്റെയും ക്രിസ്തുവിലുള്ള അചഞ്ചല വിശ്വാസവും തീക്ഷ്ണഭക്തിയും കാരണം ഒരാൾക്കും അവരെ പിന്തിരിപ്പിക്കാനായില്ല.
ക്രിസ്തുവിശ്വാസത്തിന്റെ പേരിൽ മരിക്കാനും തയ്യാറാണെന്ന നീലകണ്ഠന്റെ ദൃഢനിശ്ചയത്തിനു മുമ്പിൽ ഭാർഗവിയുടെ അമ്മയും കൂട്ടരും പരാജയപ്പെടുകയുണ്ടായി. ദിവസങ്ങൾക്കകം മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ പ്രധാനമന്ത്രി രാമയ്യൻ ദളവയുടെ മുന്നിൽ ദേവസഹായം പിള്ളയുടെ മതപരിവർത്തനത്തെക്കുറിച്ചുള്ള പരാതിയെത്തി. കോപിഷ്ഠനായി ജ്വലിച്ചു നിന്ന ദളവയുടെ മുന്നിലേക്ക് മറ്റൊരു ദൗത്യവുമായി ദേവസഹായം പിള്ളയെത്തി. ബഹുമാന്യനായ മന്ത്രി ശ്രേഷ്ഠന് വന്ദനം. നാങ്ക കേൾപ്പെട്ടിരിക്കുന്നു. വന്ന കാര്യം ചൊല്ലുങ്ക. ബഹുമാനപ്പെട്ട ഫാദർ ബുട്ടാരി വടക്കൻകുളത്ത് ഒരു പള്ളി പണിയണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടുന്ന അനുവാദം അവിടുന്ന് തന്നാൽ കരുണാമയനായ സത്യദൈവം അങ്ങയുടെ കൃപയുള്ളവനാവും. എനക്ക് നിങ്ങളുടെ പുതിയ ദൈവത്തിന്റെ കൃപയൊന്നും വേണ്ട. അങ്ങനെ പറയരുത്. ശബ്ദിച്ചു പോകരുത് നീലകണ്ഠ. നീ ബ്രാഹ്മണരെയും ദേവന്മാരെയും നിന്ദിച്ചുവല്ലോ ദ്രോഹി. പുന്നുതമ്പുരാന്റെ അന്നം തിന്ന് ആ കൈക്കു തന്നെ നീ കടിച്ചു. ദേവസമാന്മാരായ ഈ ബ്രാഹ്മണരോട് നീ അനാദരവ് കാട്ടി അവരെ അധിക്ഷേപിച്ചു. നിന്നെ ഇങ്ങനെ അധപ്പതിപ്പിച്ചത് ആരാണെന്ന് എനിക്കറിയാം. ആ പാതിരി സാഹിബിന് വേണ്ടി ശുപാർശയുമായി എന്റെ മുന്നിൽ വരാൻ നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? നമ്മുടെ ദേവന്മാരെ അധിക്ഷേപിച്ച നിന്റെ നാവ് അടക്കി നിർത്തിക്കോ. കുലദ്രോഹിയായി നിന്നെ രാജദ്രോഹ കുറ്റം ചുമത്തി കയ്യാമം വെച്ച് എത്രയും വേഗം രാജസന്നിധിയിൽ ഹാജരാക്കാനാണ് രാജകൽപ്പന. നീലകണ്ഠൻ രാജാവിന്റെ ഉപ്പും ചോറും തിന്ന് വളർന്നവനാണ്. ആ നന്ദി പോലും കാണിക്കാതെ അവനിപ്പോ ക്രിസ്ത്യാനികളോടൊപ്പം ചേർന്ന് പുരാണങ്ങളിലും പൂജാവിധികളിലും ജനത്തിനുണ്ടായിരുന്ന വിശ്വാസത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കണു. എങ്കിലും അവസാനമായി ഞാൻ നിന്നെ ഒന്ന് ഗുണദോഷിക്കാൻ നോക്കിയതാ. നിർഗുണൻ, ശപൻ. ഇവരെ കൊണ്ട് രാജ്യത്തിന്റെ സമാധാനമില്ലാണ്ടാവും. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഈ പിള്ളയെ നിലയ്ക്ക് നിർത്തണം. വേണ്ടി വന്നാൽ ഇല്ലാതാക്കണം. അതോടെ ക്രിസ്ത്യാനികളുടെ പ്രവർത്തനങ്ങൾ തീർന്നു കിട്ടും. ക്രിസ്തു വചനം പാടിപ്പുകഴ്ത്തുന്ന ഇവന്റെ നാവ് നിശബ്ദമാക്കണം. നാവരിയണം. എങ്കിൽ എന്തിനു മടിക്കുന്നു? സത്യവേദം പിന്തുടരുന്നവരെ കൊല്ലാനാണ് തീരുമാനമെങ്കിൽ ഇത് ആദ്യം എന്നെ തന്നെ കൊന്നോളൂ. സത്യദൈവത്തിനു വേണ്ടി എപ്പോൾ വേണമെങ്കിലും മരിക്കാൻ ഞാൻ തയ്യാർ. ആരവിടെ? ഇവനെ വിലക്ക് വെക്കൂ. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക. ദേവസഹായത്തെ ചങ്ങലയിൽ പൂട്ടി മരക്കുറ്റിയിൽ കെട്ടിയിട്ടിരിക്കുന്നു. വിജനമായ സ്ഥലം. 2 ഭടന്മാർ ചൂരൽ കൊണ്ട് മാറി മാറി അടിക്കുന്നു. 16 ദിവസം ഇതുപോലെ ദേവസഹായം പിള്ളയെ പീഡിപ്പിക്കുകയുണ്ടായി. ചിലർ വന്ന് ചൂരലടികൊണ്ട് പൊട്ടിയ മുറിവുകളിൽ മുളക് അരച്ചു പുരട്ടുന്നു. ഈശോ, ഈശോ, നീലകണ്ഠ, മനസ്സ് മാറ്റുന്നോ? എന്റെ മനസ്സിൽ ഒരൊറ്റ രൂപമേ ഉള്ളൂ, യേശു ക്രിസ്തു. അത് മാറ്റി പ്രതിഷ്ഠിക്കാൻ നിങ്ങളുടെ ഒരു പീഡനത്തിനും കഴിയില്ല. എങ്കിൽ ചൂരൽ മാറ്റി മുൾവടി കൊണ്ടുള്ള അടി തുടങ്ങാം. എന്റെ ഈശോയെ, അങ്ങേ അറിയാത്ത ഈ പാപങ്ങൾ ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങൾ അങ്ങ് ക്ഷമിക്കണമേ. ഇവരെ ശിക്ഷിക്കരുതേ. ദിവസം 30 വീതം 16 ദിവസമായി നമ്മൾ അടി തുടങ്ങിയിട്ട് ഈ മനുഷ്യൻ ഒരു മാറ്റവുമില്ല. ഞാൻ ക്ഷീണിച്ചു. ഇനി ഇവനെ ചുട്ട വെയിലത്ത് എരിക്കിൻ പൂമാരിയിട്ട് പോത്തിന്റെ പുറത്തെരുതി നാട് നീളം നടത്താം. നമുക്കിപ്പോൾ ആ അരുവിയിൽ പോയി വെള്ളം കുടിച്ച് ദാഹവും ക്ഷീണവും മാറ്റാം. വാ.
അത്ഭുതസിദ്ധിയുള്ള ദേവസഹായം, ഞങ്ങളുടെ കുട്ടിയുടെ ദീനം മാറാൻ പ്രാർത്ഥിക്കണേ. ഈ കുട്ടിക്ക് ഈ ദീനം പിടിപെട്ടിട്ട് കുറേ കാലമായി. പല വൈദ്യന്മാരെയും കാട്ടി, കുറേ മരുന്നുകൾ കഴിച്ചിട്ടും ഒരു മാറ്റവുമില്ല. അനേകം ആൾക്കാർ അങ്ങയുടെ അടുക്കൽ രോഗികളെ കൊണ്ടുവന്ന് സുഖം പ്രാപിക്കുന്നതായി ഞങ്ങൾ അറിഞ്ഞു. അങ്ങയുടെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഈ കുട്ടിയുടെ ദീനം മാറ്റണമേ. യേശുവേ രക്ഷക, ഈ കുട്ടിയെ സുഖപ്പെടുത്തണമേ. ഇവർക്ക് ആശ്വാസം നൽകണമേ. കുട്ടി സുഖപ്പെടുന്നു. നിങ്ങൾ ധൈര്യമായി പോയിക്കൊള്ളൂ. യേശുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും എന്നാണ് തിരുവചനം പറയുന്നത്. പോയിക്കോളൂ, ഭടന്മാർ ഇപ്പോൾ വരും. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എന്താടാ? വെള്ളം വെള്ളം വെള്ളം. നിനക്ക് വെള്ളം വേണമല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. ആ ചെളിക്കുണ്ടിൽ ചകിരി ചീഞ്ഞു നാറിയ വെള്ളമുണ്ട്, അതെടുത്തു കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം തരൂ. ചാവാൻ പോന്ന നിനക്കെന്തിനാടാ ഇനി വെള്ളം? തന്നെ കഴുത്ത് വെട്ടി കൊല്ലാൻ ആരാചാരുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാ. കൊല്ലുന്നതിന് മുമ്പ് എരിക്കിൻ പൂമാലയിട്ട് പോത്തിൻ പുറത്തിരുത്തി ആർപ്പുവിളിയും ചെണ്ടമേളവുമായി നാട് മുഴുവൻ നടത്തിക്കൊണ്ടു പോവാനാണ് മഹാരാജാവിന്റെ ഉത്തരവ്. എനിക്കിതൊക്കെ സഹിക്കാൻ ത്രാണി തരണേ യേശുവേ. എന്റെ ദാഹം തീർക്കണമേ. അമ്മേ, മാതാവേ, എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമ്മേ, ദാഹം കൊണ്ട് എന്റെ തൊണ്ട പൊട്ടുന്നു. അമ്മേ, പ്രാർത്ഥിക്കണേ. എന്തോ ഒരു ദിവ്യപ്രകാശം നമ്മുടെ കണ്ണുകളെ അന്ധമാക്കിയല്ലോ. കണ്ടോ, പാറയിൽ കൈമുട്ടുകൊണ്ടിടിച്ചപ്പോൾ വെള്ളം ഒഴുകി വരുന്നു. എന്തൊരത്ഭുതം! അമ്മേ, മാതാവേ, നന്ദി. യേശുവേ സ്തോത്രം. അങ്ങയുടെ കാരുണ്യം എത്ര വലുതാണ്. സഹോദരരെ, നിങ്ങൾക്കും ഇവിടെ നിന്ന് വെള്ളം കുടിച്ചു ദാഹവും ക്ഷീണവും മാറ്റാം. നിങ്ങളൊരു ദിവ്യനാണ്. ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ദ്രോഹിച്ചതാണ്. ദൈവം നിങ്ങളോട് ക്ഷമിക്കട്ടെ. ഒരു കാര്യം ഉറപ്പാ, അങ്ങയുടെ ദൈവം സത്യദൈവമാണ്. ഈ സത്യം ഞങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞില്ലല്ലോ. മൂന്ന് വർഷത്തിലേറെയായി തടവിലാക്കി പീഡിപ്പിച്ചിട്ടും മനസ്സുമാറ്റി തങ്ങളുടെ മതത്തിലേക്ക് തിരികെ വരാത്തതിനാൽ കലിപൂണ്ട ബ്രാഹ്മണ പ്രമുഖരും മന്ത്രിയും രാജ്യദ്രോഹ കുറ്റം ചുമത്തി നീലകണ്ഠനെ കൊല്ലുവാനുള്ള ഗൂഢാലോചന നടത്തുന്നു. അതിനായി അവർ രാജസന്നിധിയിലെത്തി മഹാരാജാവിനോട് നീലകണ്ഠനെ വകവരുത്തിയില്ലെങ്കിൽ രാജ്യത്തിനുണ്ടാകാവുന്ന ആപത്തിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു.
മഹാരാജൻ നീലകണ്ഠനെ പട്ടിണിക്കിട്ട് ഇഞ്ചിഞ്ചായി പീഡിപ്പിച്ച് കഷ്ടപ്പെടുത്താനല്ലേ മഹാരാജാവ് കൽപ്പിച്ചത്? ഇപ്പോഴെന്തുണ്ടായി? എന്തൊക്കെ ചെയ്തു? മുളക് തിളപ്പിച്ച ആവിയിൽ ശ്വാസം പിടിക്കാൻ നിർത്തി. മറപ്പെട്ടിക്കുള്ളിൽ ഉറുമ്പിനെയിട്ട് കടിപ്പിക്കുന്നതിനായി നീലകണ്ഠനെ അടച്ചു വെച്ച് പീഡിപ്പിക്കുകയുണ്ടായി. പാമ്പ്, തേള് മുതലായ വിഷജന്തുക്കളെ ഇട്ട മുറിയിൽ വാ മൂടിക്കെട്ട് നിർത്തി. കൂടാതെ തിളച്ചു പൊള്ളുന്ന ചുണ്ണാമ്പ് ചൂടയിൽ നിർത്തി നോക്കി. ദുർഗന്ധം വമിക്കുന്ന കുരങ്ങൻ കൂട്ടിൽ 2 ദിവസം അടച്ചു നോക്കി. ഒന്നും ഏൽക്കുന്നില്ല മഹാരാജൻ. ചുട്ടവെയിലത്ത് എരിക്കിൻ പൂമാലയിട്ട് പോത്തിൻ പുറത്തിരുത്തി നാടുനീളെ കൊണ്ട് നടന്ന് അപഹസിച്ചില്ലേ? പട്ടിണിക്കിട്ട് ദിവസം 30 അടി വീതം കൊടുത്തിരുന്നില്ലേ? എന്നിട്ടും നീലകണ്ഠന്റെ മനസ്സ് മാറിയില്ലല്ലേ? എന്താണ് ഇതിന് കാരണം? എന്തതിശയമാണിത്? എന്തുണ്ടാകാനാ മഹാരാജൻ? പറയാൻ ഞങ്ങൾക്ക് വിഷമമുണ്ട്. മഹാരാജാവിന്റെ കൽപ്പനയ്ക്ക് പുല്ലുവില പോലും കൊടുക്കാത്ത സേവകരും ഉണ്ടെന്ന് ഓർക്കുമ്പോഴാ. നിങ്ങൾ കാര്യം തുറന്നു പറയും. അവൻ ആ ആരാച്ചാർ ഇപ്പോൾ നീലകണ്ഠന്റെ വലിയ ഭക്തനാ. 12 വർഷമായി കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരുന്ന അവന്റെ ഭാര്യ ഇപ്പോൾ നീലകണ്ഠന്റെ പ്രാർത്ഥനയിൽ ഗർഭിണിയാണെന്നാ പറയണ കേൾക്കണേ. ഗർഭിണി. പട്ടിണിക്കിട്ട് പീഡിപ്പിക്കുന്നതിന് പകരം അവൻ ആ ആറാച്ചർ നീലകണ്ഠന് മൃഷ്ടാനം ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്നാ അറിവ്. നാം പിന്നീട് ഏൽപ്പിച്ച കാരിരുമ്പിന്റെ കരുത്തുള്ള ശൂരവീരന്മാരായ ഭടന്മാരില്ലേ അവിടെ? അടിപ്പാടുകളിൽ മുളകരച്ച് തേച്ച് വെയിലത്തു നിർത്തി പീഡിപ്പിക്കാറില്ലേ അവർ? അവന്മാരുടെ കാര്യം പറയാതിരിക്കുക ഭേദം. നീലകണ്ഠന്റെ പ്രാർത്ഥനയാൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെന്നാ കേൾവി. ഓഹോ. അനേകം ആൾക്കാർ രോഗികളെ കൊണ്ടുവന്ന് അവന്റെ അടുക്കൽ പ്രാർത്ഥന നടത്താറുണ്ട്. അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനെ വിശ്വസിക്കും. അതിനാൽ നമ്മുടെ ഭടന്മാർ അതൊന്നും തടയാറില്ലേ? അവന്മാർ ആൾക്കാരോട് കൈക്കൂലി വാങ്ങി നീലകണ്ഠന്റെ അടുത്തേക്ക് രോഗികളുമായി വരുന്നവരെ കടത്തിവിടുന്നുണ്ട്. നീചന്മാർ. നിർത്ത്. മതി മതി ആ വഞ്ചകന്മാരെ പറ്റി കേട്ടത്. നീലകണ്ഠന് എന്തോ മാന്ത്രിക വിദ്യയുണ്ട്. അതാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. മഹാരാജാവേ, ഇനിയും വൈകിക്കൂടാ. ഒരു കടുത്ത തീരുമാനം എടുക്കണം. തിരുവിതാംകൂറിനെ രക്ഷിക്കാൻ അങ്ങേക്ക് ബാധ്യതയുണ്ട്. ഇനി അമാന്തിച്ചുകൂടാ. ശരി, ഇനി വൈകിക്കുന്നില്ല. ഒരു നിരപരാധിയുടെ രക്തം ഈ തിരുവിതാംകൂറിന്റെ മണ്ണിൽ വീഴരുതെന്ന് മുമ്പ് എന്നെയും മഹാറാണിയെയും സന്ദർശിച്ച ആ ദിവ്യ മഹർഷി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവനെ അന്ന് കഴുത്ത് വെട്ടി കൊല്ലാതെ വിട്ടത്. പക്ഷേ ഇനി അവനെ വെച്ചിരിക്കുന്നത് തിരുവിതാംകൂറിന് ആപത്താവും. ശരിയാ ദളവ. ആരും അറിയാതെ, മഹാറാണി പോലും അറിയാതെ, അതീവ രഹസ്യമായി നീലകണ്ഠനെ കാറ്റാടിമലയിൽ കൊണ്ടുപോയി ഇന്നേക്ക് 8-ാം പക്കം രാത്രിയുടെ അന്ത്യയാമത്തിൽ വെടിവെച്ചു കൊല്ലാൻ നാം കൽപ്പിക്കുന്നു. സഹോദരരെ, അല്പം വിശ്രമിച്ചിട്ട് പോവാം അല്ലേ? നിങ്ങൾക്കും ക്ഷീണം കാണും. ഇത്രയേറെ ദൂരം നടന്നല്ലേ? ഞങ്ങൾക്ക് അങ്ങനെ ക്ഷീണമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ മലയുടെ മുകളിൽ എത്തിക്കണം. അത് കഴിഞ്ഞേ വിശ്രമമുള്ളൂ. അങ്ങേ ഒന്ന് കാണാൻ ഞാൻ ഒത്തിരി ഒത്തിരി അലഞ്ഞു. എത്രയെത്ര സ്ഥലങ്ങളിൽ, എത്രയെത്ര സ്ഥലങ്ങളിൽ. അവസാനമായി ഒന്ന് കാണാൻ അല്ലേ? വയ്യ, എനിക്ക് സഹിക്കാനാവുന്നില്ല. ദേഹമാകെ മുറിവാണല്ലോ. ആ ആരാച്ചാരായിരിക്കും രഹസ്യമായി നടപ്പാക്കാൻ പോകുന്ന എന്റെ വധശിക്ഷയെക്കുറിച്ച് നിന്നോട് പറഞ്ഞത്.
അതെ, രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞു തന്നിട്ടും അങ്ങ് കൂട്ടാക്കിയില്ല എന്നും പറഞ്ഞു. എന്തിന് രക്ഷപ്പെടണം? എൻ്റെ പ്രാർത്ഥനയിലൂടെ സന്താന ഭാഗ്യമുണ്ടായതിൻ്റെ നന്ദി ആരാച്ചാർ നിന്നോട് കാണിക്കാൻ ശ്രമിച്ചു. അത്രയേ ഉള്ളൂ. തന്റെ പൊണ്ടാട്ടിയാണല്ലേ? എളുപ്പം സ്ഥലം വിട്ടോ. എന്നാലും അങ്ങ് ഈ പീഡനങ്ങൾ എങ്ങനെ സഹിക്കുന്നു? എങ്ങനെ സഹിക്കുന്നു? ത്രേസ്യ, കരയാതിരിക്കൂ. നമ്മുടെ യേശു കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കില്ല. എന്നെ ഭർത്താവായി സ്വീകരിച്ച നാൾ മുതൽ ഇന്ന് വരെ നിനക്ക് ദുഃഖം മാത്രമേ എനിക്ക് തരാൻ കഴിഞ്ഞുള്ളൂ. ദൈവകരങ്ങളിൽ നിന്ന് എല്ലാ സമ്മാനങ്ങളും നമുക്ക് സ്വീകരിക്കാം. നീ ഭയപ്പെടേണ്ട. കാരുണ്യവാനായ കർത്താവ് നിന്നെ സംരക്ഷിക്കും. അവിടുത്തെ അപരിമേയമായ കരുണയിൽ നമ്മൾ രണ്ടുപേരും സ്വർഗത്തിൽ മുഖാമുഖം ദർശിച്ച് അവിടത്തേക്ക് സ്തുതി പാടുന്ന കാലം വരും. ഇപ്പോൾ നീ വടക്കുംകുളത്തേക്ക് പോകണം. അവിടെ കൂട്ടിനായി നമ്മുടെ ആൾക്കാരുണ്ടാവും. ധൈര്യമായി പോയിക്കോളൂ. ഈ സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഇവനെ പെട്ടെന്ന് എത്തിക്കാൻ നമുക്കൊരു കമ്പൽ കെട്ടി തോളത്ത് വെച്ച് കൊണ്ടുപോവാം. ശരിയാ, ഞാൻ കമ്പും കയറും കൊണ്ടുവരാം. ആ ചങ്ങാതിയെ കൂടി വിളിക്കാം. അല്ലെങ്കിൽ വേണ്ട ചങ്ങാതി, താൻ പോകണ്ട. ഇവനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം. അവിടെ നിന്ന് കമ്പൽ കെട്ടാം. അതാ നല്ലത്. എന്നാൽ വാ, ഇവനെ പിടിച്ചോ. താനിവിടെ കിടക്ക്. മലർന്ന് കിടക്ക്. ബോർക്കി കെട്ടറാ. എന്നാൽ ഇവനെ വേഗം പൊക്കടാ. സഹോദരന്മാരെ, എനിക്ക് അല്പം സമയം അനുവദിക്കുമോ? ഒന്ന് പ്രാർത്ഥിക്കാനാണ്. വേഗം കഴിച്ചോണം. അന്ത്യാഭിലാഷമല്ലേ? ഈശോയെ, എന്നെ കൈവടിയരുത്. ഈശോയെ, എന്നെ എൻ്റെ ആത്മാവിനെ മുഴുവനായും നിനക്ക് ഏൽപ്പിക്കുന്നു. അമ്മേ, മാതാവേ, എന്നെ സഹായിക്കണേ. വെക്കണ വഴി. ഈ മനുഷ്യൻ മരിക്കുന്നില്ലല്ലോ. ഇനി നാം എന്തു ചെയ്യും? മഹാരാജാവിനോട് എന്തു പറയും? ഞങ്ങളോട് കനിവ് കാട്ടണം. നിങ്ങൾ കൊന്നില്ലെങ്കിൽ ഞങ്ങളുടെ തല പോകും. നിങ്ങൾ പേടിക്കണ്ട. ബാക്കിയുള്ളവരുണ്ട് നിറച്ച്. നിങ്ങൾ വീണ്ടും വെടിയിച്ചോളൂ. ഞാൻ മരിക്കും.
ബാക്കിയുണ്ടേ ഇല്ലേ? നോക്കി നിൽക്കാതെ വേഗം വെടിവെച്ച് കൊല്ലവനെ. യേശുവേ, യേശുവേ. അടുത്ത രംഗത്തോടുകൂടി കാറ്റാടി മലയിലെ രക്തപുഷ്പം നാടകം സമാപിക്കും. വിശുദ്ധ ദേവസഹായത്തിന് ആദരമർപ്പിച്ചുകൊണ്ടുള്ള അടുത്ത രംഗവും എല്ലാവരും സശ്രദ്ധം വീക്ഷിക്കണമെന്ന് സ്നേഹബഹുമാനത്തോടെ അഭ്യർത്ഥിക്കുന്നു. ഈ നാടകത്തിൻ്റെ വിജയത്തിനാവശ്യമായ പ്രോത്സാഹനങ്ങളും സഹായവും തന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പ്രത്യേകം നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. നാടകത്തിൽ അഭിനയിച്ചവർ ശ്രീ രത്തൻ സാംസ്, ശ്രീമതി സന്ധ്യ രത്തൻ, ശ്രീ ജോസഫ് മണിക്കുറ്റി, ശ്രീ ജോസ് വടക്കേൽ, ശ്രീ ജോഷി വടക്കൂട്ട്, ശ്രീ ഡൊമിനിക് ചന്നക്കാട്ടുകുന്നേൽ, ശ്രീ തോമസ് കുന്നത്ത്, ശ്രീ സജി നാഗനൂനിൽ, ഡോക്ടർ ഡോൺ തോമസ്, ശ്രീ ഷാജു കാര്യവേലിൽ, ശ്രീ ഗോഡ്ഫ്രേ വടയാറ്റ്, ശ്രീ ടോമി വാതിലൂക്കുന്നേൽ, ശ്രീ ഡേവിഡ് കാർത്തിക് ആൻ്റണി, ശ്രീ ബിനീഷ് പുളിന്താനം, പ്രൊഫസർ അഗസ്റ്റിൻ കൊച്ചുപറമ്പിൽ, ശ്രീമതി ട്രീസ അഗസ്റ്റിൻ കൊച്ചുപറമ്പിൽ, മാസ്റ്റർ ജോസഫ് കൊല്ലംപറമ്പിൽ, മാസ്റ്റർ നോഹ ജോമി, മാസ്റ്റർ ബെനഡിക് ബിനീഷ്, അയറിൻ മംഗലത്ത് തറയിൽ, കരോളിൻ മംഗലത്ത് തറയിൽ, ടെസ കുറ്റിക്കാട്ട്, അലീന കാഞ്ഞിരത്തിങ്കൽ, ലിസ്മരിയ റോയ് താഴത്തെ മുറിയിൽ, അന്ന മരിയ റോയ് താഴത്തെ മുറിയിൽ, ആഗ്നസ് ട്രീസ കാര്യവേലി, സാറ സാബി മേട്ടയിൽ, ലിയ റോബി വെമ്പേനിക്കൽ, ആൻമരിയ റോസ് മുല്ലമറ്റം, അന്ന കൊക്കാട്ട്, എൽസ അത്തിക്കാട്ട്. കലാസംവിധാനം ജോസ് വടക്കൻ, ഷാജു കാര്യവേലി. രംഗസംവിധാനം ജെയിനി ജോഷി വടക്കൂട്ട്, ഡോൺ കടൽക്കരോട്ട്, ഡൊമിനിക് ചന്നക്കാട്ടുകുന്നേൽ, ക്രിസ്റ്റോ കൂട്ടക്കാലിൽ. പശ്ചാത്തല സംഗീതം രത്തൻ സാംസ് ആൻഡ് മാത്യു പാറയ്ക്കൽ. ക്രിയേറ്റീവ് ഡയറക്ടർ ഡിജിറ്റൽ AI റിയാന രത്തൻ ആൻഡ് രത്തൻ സാംസ്. നരേഷൻ ശ്രീ ക്ലിന്റ് അഗസ്റ്റിൻ കൊച്ചുപറമ്പിൽ. കൊറിയോഗ്രാഫി അന്ന മരിയ റോയ് താഴത്തെ മുറി. ഡബിംഗ് ഫാദർ ടോമി കളത്തൂർ, റജു കടൽക്കരോട്ട്, ജെയിനി ജോഷി. സൗണ്ട് എഞ്ചിനീയർ കൃഷി ബ്രഹ്മ. സ്റ്റുഡിയോ ശിവം കോഴിക്കോട്. ഗ്രാഫിക് ഡിസൈൻ നിയേഷ് ഫ്യൂഷൻ പ്ലസ്. ഫിനാൻസ് സേവിയർ മൈലക്കൽ, സോണി ചിരട്ടവേലി. മേക്കപ്പ് എൻ.എം. ശശി ആൻഡ് മുരളി സ്റ്റേജ് വ്യൂ. വസ്ത്രാലങ്കാരം ഷെറിൽ കുര്യത്ത്, ജോബിൻസ് റോയ് താഴത്തെ മുറിയിൽ. ഡിജിറ്റൽ വോൾ ആൻഡ് വീഡിയോ ഷാജി ഓറഞ്ച് വിഷൻ. സ്പെഷ്യൽ ലൈറ്റ്സ് MPP രാജ് കോഴിക്കോട്. സൗണ്ട് സിംഫണി തൊണ്ടയാട്. നാടകാവിഷ്കാരം സംവിധാനം ശ്രീ മാത്യു പാറയ്ക്കൽ. സഭയിൽ വീണ്ടും
തളിർത്തു വന്ന വസന്തം, ദേവസഹായം വിശുദ്ധ പദവി അണഞ്ഞ മഹോത്സവം. ഭാരതസഭയിൽ വീണ്ടും പൂത്തു തളിർത്തു വന്ന വസന്തം, ദേവസഹായം വിശുദ്ധ പദവി അണഞ്ഞ മഹോത്സവം. വിശുദ്ധ ദേവസഹായ മഹാത്മാവേ നിൻ സന്നിധിയിൽ അണയും ഞങ്ങൾക്കെന്നും മാധ്യസ്ഥ്യം നീ നൽകണമേ. വിശുദ്ധ ദേവസഹായ മഹാത്മാവേ നിൻ സന്നിധിയിൽ അണയും ഞങ്ങൾക്കെന്നും